ചെണ്ടമേളം കൊട്ടിക്കയറിയ തൃശൂരിന്റെ മണ്ണിൽ നാടൻ പാട്ടിന്റെ താളവും മുറുകുമ്പോൾ തൃശൂർ തന്നെ കപ്പടിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. ശക്തന്റെ മുന്നിൽ കലാവൈഭവം നിറഞ്ഞാടുമ്പോൾ സാംസ്കാരിക വൈവിധ്യങ്ങളെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ഇവർ. നാടൻ പാട്ട് മത്സരത്തിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ മിടുക്കർ വേദിയിലെത്തിയത്. നിങ്ങൾ ദുഃഖിക്കേണ്ട, ക്ലേശിക്ക വേണ്ട നാലവ ചേട്ടന്മാരെ, ഞാൻ പോയിട്ടൊന്ന് പട്ടിരി തമ്പൂരാനെ ഞാനൊന്നു കാണട്ടെ. വെട്ടുപാറയിൽ കൊത്തുതവണയും കല്ലുവച്ചുമായ പട്ടേരി എടുക്കും മേലില്ലം നോക്കി കാവളം കൂവളം വരുന്നേ. ഇട്ടി നാരായണി നങ്ങമ്പിള്ള അഴകിയ പെങ്കിടമേ, കിടക്കും കട്ടിലുമേ മഞ്ഞണി തേർമത്തേമേ വെട്ടുപാറവിനെ. പൂരങ്ങളുടെ നാട്ടിൽ നിന്നുള്ള കുട്ടിത്താരങ്ങളാണ് ഇവർ. എന്തായാലും ഇവരെ ആദ്യം പരിചയപ്പെടാം. പേരെന്താണ്? ദേവകൃഷ്ണ, വൈഗ, ദിയ, പാർവതി, സാന്ദ്ര, അമൃത, ഹേമന്ത്. ഹേമന്തേ, പൂരങ്ങളുടെ നാടാണല്ലോ തൃശ്ശൂർ. കലോത്സവം ഒരു പൂരമാണ്. കലോത്സവ പൂരവും തൃശ്ശൂർ പൂരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ പറഞ്ഞ എന്താ പറയാ, രണ്ടും ബന്ധമുണ്ട്. അത് ഏത് തരത്തിലാന്ന് വെച്ചാൽ ഇത് കലകളിലായിട്ടുള്ള പൂരാണ്. അത് അവരുടെ ആവേശവും, അത് കാണികൾ അവിടെ ആവേശമുണ്ട്, ഇതൊരു ആവേശമുണ്ട്. അവിടെ നമ്മൾ ആ കൾച്ചറും നമ്മൾ അതുപോലെ കൊണ്ടുവരുന്ന പോലെയാണ് ഇവിടെയും. രണ്ട് നല്ല 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 ബന്ധമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. ഇതിൽ രണ്ടുപേർ +2 പഠിക്കുന്നു, അല്ല +1 പഠിക്കുന്നു, ബാക്കിയുള്ളവർ +2 പഠിക്കുന്നു. ജീവിതത്തിൽ ഏത് കരിയർ തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? എനിക്ക് പേഴ്സണലി എനിക്ക് ഏവിയേഷനാണ് താല്പര്യം. സൈക്കോളജിസ്റ്റ് ആവാനാണ് താല്പര്യം. സൈക്കോളജിസ്റ്റ് ആവാൻ എന്താണ് പ്രചോദനമായ കാര്യം? മെന്റലിസ്റ്റ് ആദ്യ അങ്ങനെ എന്തെങ്കിലും? ആൾക്കാരെ മനസ്സറിയാനൊക്കെ ഇഷ്ടമാണ്. മനസ്സറിയാൻ ഇഷ്ടമാണ്. ഓക്കെ, എനിക്കങ്ങനെയില്ല, ഞാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനമേ ഇല്ല. ആനിമൽ സയൻസ് പഠിക്കണം. ആനിമൽ സയൻസ് ആരും അധികം തിരഞ്ഞെടുക്കാത്തൊരു കാര്യമാണ്. എന്താണ് ആനിമൽ സയൻസിനോട് അവരോട് ഇത്തിരി ഇൻട്രസ്റ്റ് തോന്നുന്നു? പൂരങ്ങളുടെ നാട്ടിലായതുകൊണ്ടാണോ? ചെറുതായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ? അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിനും ഇഷ്ടം. എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കല്ലേ ആനിമൽ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ. എന്ത് ഫൂളിഷ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത്? പോലീസ്. ഇടിയം പോലീസോ നേരെയുള്ള പോലീസോ? അല്ല, നേരെയുള്ള പോലീസ്. അപ്പോൾ ഇടിയം പോലീസിന് വേണ്ടല്ലേ? ഓക്കെ, എന്തായാലും കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കലാകിരീടം ഇത്തവണയും തൃശ്ശൂർ എടുക്കുമോ? ചെറിയൊരു കോൺഫിഡൻസ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും കലാകിരീടം ഇത്തവണ തൃശ്ശൂർ അടിക്കുമെന്ന് തന്നെയാണ്, തൃശ്ശൂർ ഇത്തവണ കപ്പെടുക്കുമെന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.